ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഈദിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. നല്ലോണം തണുപ്പിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈദൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്തെടുക്കുക. 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലോർ ചേർത്തെടുക്കുക. പിന്നെ അതിലേക്ക് കൊക്കോ പൗഡർ, ഏത് കൊക്കോ പൗഡർ നിങ്ങളതിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് ലൈറ്റോ ഡാർക്കോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടില്ല, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ കോൺഫ്ലോറും പിന്നെ അതുപോലെ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം പാലിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഒരു ഫുള്ള് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടില്ല. ഇതെല്ലാം ചേർത്തതിന് ശേഷം വേണം നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് 1 ലിറ്റർ പാലിലേക്ക് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊരു കപ്പ് പാലെടുത്ത് മാറ്റിയതിന് ശേഷം അതിലിട്ട് കൊടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലിൽ ഒഴിച്ച് യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കത് ഒരു അടികട്ടിലെ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. തീ കത്തിച്ചതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുക. നല്ലോണം കുറുകിയിട്ട് ടൈറ്റായിട്ട് വരില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുള്ളൂ. ആ സമയത്ത് നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്യുക. ഒന്ന് തിളച്ചൊന്ന് ബബിൾസൊക്കെ വന്നാൽ നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ആറി കിട്ടണം ഈ ക്രീമിൻ്റെ. നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി കഷ്ണം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ആ ഡയറി മിൽക്ക് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. നിങ്ങളതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ചോക്ലേറ്റ് കേക്ക്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണ് പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് മുറിച്ചിട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഇതിൻ്റെ മേലെ, ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് കേക്ക് നിങ്ങൾ പിന്നെ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലെയർ ചോക്ലേറ്റ് കേക്കും കൂടെ വെച്ച് കൊടുക്കുക. ചോക്ലേറ്റ് കേക്കും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളതിൽ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നട്ട്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ ക്രീം ഫുള്ളായിട്ട്, ബാക്കിയുള്ള ക്രീം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേലെ കുറച്ച് ഒരു 2-3 പീസ് ബാക്കിൻ്റെ കേക്ക് അതൊന്ന് പൊടിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ കുറച്ച് ഡയറി മിൽക്കും കൂടെ വെച്ചതിന് ശേഷം കുറച്ച് ആ കേക്ക് പൊടിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വിട്ടെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു, അത് പൊടിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് വെതറി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള റെസിപ്പി പിന്നെ ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്